ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 3/4 കപ്പിന് ശർക്കര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേ കപ്പ് അളവിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇത് ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഇത് കട്ടിയായി പോവുകയും ചെയ്യും, അതുപോലെ വെന്ത് കിട്ടുകയില്ല. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കുറുകി വരും. കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനങ്ങനെ ഇതിൽ ഒരുപാട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ തേങ്ങയുടെ അരപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പാലൊക്കെ നന്നായിട്ട് ഇളകി ഇതിൽ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ ചിരകിയതായിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഞാനിവിടെ ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ടാണ് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നുകൂടി നന്നായിട്ട് ടൈറ്റായിട്ട് വന്നു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ആകെ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. ഇതുപോലെ ചെയ്തെടുക്കുന്ന പലഹാരത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ആ പാനിൽ നിന്നൊക്കെ വിട്ടുവരുന്ന ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി ഇതുപോലെ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ട്രേയിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവിയതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഷേപ്പും കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതാ ഞാനിവിടെ അരമണിക്കൂറിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല പഞ്ഞ് പോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും രുചിയായിട്ടുള്ള ഒരു സ്വീറ്റ് റെഡിയായി കിട്ടി. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.